സാറിന്ന് ചോറുണ്ടില്ല. എന്താ വല്ല അസുഖമാണോ? എനിക്കൊന്നും മനസ്സിലായി. ഇനി വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ എന്തോ? ഞാൻ ചോദിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. ഈ അസമയത്ത് ശ്രീയേട്ടനെ കാണാൻ ആരെങ്കിലും കണ്ട? ഇവിടുന്ന് പോയ ശ്രീയേട്ടനല്ല തിരിച്ചു വന്നതെന്ന് വള്ളക്കടവിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അതാണ് ഒന്നും ആലോചിക്കാതെ ഈ സമയത്ത് ഞാനിങ്ങ് പോന്നത്. ശ്രീയേട്ടൻ എന്താ ഊണ് കഴിക്കാഞ്ഞത്? നല്ല സുഖം തോന്നിയില്ല. എന്താണ് അസുഖം? ചേച്ചിയുടെ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടായോ? ഇല്ല, ആ വിവാഹം ഉറച്ചു. എങ്കിൽ പിന്നെ സന്തോഷിക്കല്ലേ വേണ്ടത്? ആ വിവാഹം ഉറക്കണ്ടായിരുന്നു. അതെന്താ, ചെറുക്കന് അത്രയ്ക്ക് മോശമാണോ? അല്ല, അതല്ല. പിന്നെ പറയൂ ശ്രീയേട്ട. ഗീതേ, ആ വിവാഹം നടത്താൻ ഞാനൊരു വലിയ പ്രതിഫലം നൽകാൻ ബാധ്യസ്ഥനായിപ്പോയി. പണത്തിന്റെ പ്രശ്നമാണോ? എങ്കിൽ സാരമില്ലായിരുന്നു. ഇത് അതിനേക്കാൾ വലുതാണ്. തെളിച്ചു പറയൂ. നമ്മുടെ സ്നേഹം. സ്നേഹമോ? എനിക്ക് മനസ്സിലായില്ല. പറയൂ ശ്രീയേട്ട. നമ്മുടെ സ്നേഹം പ്രതിഫലമായി കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അമ്മാവനോ? സാറേ, സാറൊരു വലിയ മനസ്സിലാണെന്ന് ഞാൻ കരുതി. പക്ഷേ ഈ പാവപ്പെട്ട എന്നോട് ഇത് വേണ്ടായിരുന്നു സാർ. ഇത്രയും നാള് നമ്മളോട് കാണിച്ച ഈ സ്നേഹത്തിന്റെ പിറകിൽ ഇങ്ങനെ ഒരു ചതിവുണ്ടാവുമെന്ന് നമ്മൾ കരുതിയില്ല സാറേ. അയ്യാരെ, സ്നേഹിക്കുന്ന തെറ്റാണ് എങ്കിൽ ആ ഒരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പാതിരാത്രിയിൽ മുറിയിൽ വിളിച്ചിരുത്തിയാണോ സ്നേഹിക്കുന്നത്? അതിനിവിടെ വേറെ പേരാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ എന്റെ മനസ്സിൽ തെറ്റിന്റെ ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. നായരെ, ഏതായാലും ഇത് ഇവിടം വരെയായി. ഇത് നാട്ടുകാരറിഞ്ഞ് പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവര് സ്നേഹിച്ചെന്നല്ലേ പറയണത്. ഇവര് തമ്മിൽ കെട്ടട്ടെ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് നേരത്തെ തുറന്നു പറയാമായിരുന്നു. ഞാൻ സമ്മതിക്കുമായിരുന്നു. നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി ഇതുവരെ ഇദ്ദേഹം നമ്മളെ മുമ്പ് നല്ലവനെ അഭിനയിക്കായിരുന്നു. നിനക്കത് മനസ്സിലാവില്ലേ? എന്നെ വിവാഹം കഴിക്കാമെന്ന് ശ്രീയേട്ടൻ ഉറപ്പ് പറഞ്ഞിരുന്നു അച്ഛാ. അതുകൊണ്ടാണ് ശ്രീയേട്ടൻ വിഷമിച്ചിരിക്കുന്നുവെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ. നിർത്തടി നായരെ, ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. രണ്ടുപേരും ആഗ്രഹിച്ച കാര്യമാണ്. ഇപ്പൊ ഇവിടെ വെച്ച് രണ്ടുപേരെ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നതാണ് ബുദ്ധി. സാറേ, ഗീത ഞമ്മടെ മോളാണ്. അവളെ ഇപ്പൊ കെട്ടിക്കൊള്ളാന്ന് ഇവിടെ വെച്ച് നമുക്ക് വാക്ക് തരണം. സാറെന്താ ഒന്നും ഉണ്ടാക്കുന്നത്? അയ്യാരെ, ഗീതയെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നടി? നിങ്ങൾ എന്താണ് പറഞ്ഞത്? അവളെ കെട്ടാൻ നിങ്ങൾക്ക് വയ്യെന്ന. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം അവളെ ചതിക്കാൻ വേണ്ടി സ്നേഹിച്ചതാണെന്ന് പറ. ഞാൻ അവളെ സ്നേഹിച്ച സത്യമാണ്. പക്ഷേ എനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ല. എന്റെ കുടുംബത്തോടുള്ള കടമ നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ ചേച്ചിക്ക് വേണ്ടി, അവരുടെ വിവാഹം നടക്കാൻ വേണ്ടി എനിക്ക് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ശ്രീയേട്ടൻ മറ്റൊരു വിവാഹം ചെയ്യാൻ പോകുന്നെന്നോ? ശ്രീയേട്ടൻ തിരിച്ചു വന്ന ഉടൻ നമ്മുടെ വിവാഹകാര്യം അച്ഛനോട് പറയാമെന്ന് സമ്മതിച്ചിട്ടല്ലേ ശ്രീയേട്ടൻ പോയത്? എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്നല്ലേ ശ്രീയേട്ടൻ പറഞ്ഞത്? ആ ശ്രീയേട്ടനാണോ എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോകുന്നത്? എന്നോട് ക്ഷമിക്കൂ ഗീത. സാറേ, ഇത് കണ്ട, ഇതെന്തിനാണെന്ന് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ട? മനുഷ്യന്മാരുടെ വേഷവും കെട്ടി നടക്കുന്ന ഹിമാറുകളെ കൊല്ലാൻ.
നമ്മുടെ കൺമുമ്പിൽ ഇപ്പൊ നിങ്ങളോളം വലിയ ഹിമാറില്ല. നിങ്ങൾ തൊട്ടുപോയത് വേണ്ട, ഇനി ഒരു നിമിഷം കൂടി നമുക്ക് ഇവിടെ നിൽക്കണം. നമുക്കിറങ്ങാം. ഇല്ല, നമ്മൾ സമ്മതിക്കൂല. നാട്ടുകാരെ വിളിച്ചു വരുത്തി ഇപ്പൊ ഇവിടെ വെച്ച് ഇവരുടെ കല്യാണം നടത്തണം. വേണ്ട ലിയാരെ, സ്നേഹിച്ച പെണ്ണിനെ തള്ളി പറഞ്ഞു ഈ മനുഷ്യന്റെ കൂടെ ഞാൻ എന്റെ മകളെ അയക്കില്ല ലിയാർ. സാറേ, ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങൾക്ക് നിങ്ങൾ അഭിമാനമാണ് വലുത്. ഇപ്പൊ തൃപ്തിയായ സാറേ, ഞങ്ങൾക്ക് മനുഷ്യന്മാരെ സ്നേഹിക്കാനേ അറിയാവൂ, സതിക്കാൻ അറിഞ്ഞൂടാ. സാറ് ഞമ്മളോട് കാണിച്ചത് പടച്ചോന് പോലും നിരക്കാത്ത ചതിവാണ്. ഒരപേക്ഷയേ ഉള്ളൂ, നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കരുത്. നാളെ നേരം വെളുക്കുമ്പോ ഈ നാട്ടിലെ മനുഷ്യന്മാര് നിങ്ങളുടെ മുഖം കാണരുത്. കണ്ടാ കാർക്കിച്ച് തുപ്പും.